ലെറ്റ്സ് സീ ഹൗസ് ക്രോഷ്യ മമ്മാസ് 2025 ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ NIT എക്സ്പോ ഉണ്ടായിരുന്നു കാലിക്കറ്റിൽ. അപ്പോൾ അതിനുവേണ്ടി യാൻസും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിൽ പോയി പർച്ചേസ് ചെയ്തു. ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കി. പിന്നെ ഫ്രീ ലൈവ് വർക്ക്ഷോപ്പ് വിത്ത് ഫ്രീ ബിഗിനേഴ്സ് കിറ്റായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കി, പുതിയ പാറ്റേൺസ് കണ്ടുപിടിച്ചു. പിന്നെ ഓൺലൈൻ വർക്ക്ഷോപ്പ്സ് യൂഷ്വലി കണ്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് ലോഞ്ച് ചെയ്യണം എന്നുള്ളത് ഈ ഇയറിലുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ആരെയാണ് ഫസ്റ്റ് കോൺടാക്ട് ചെയ്യാന്ന് കണ്ടപ്പോൾ മനസ്സിൽ വന്നൊരു പേരായിരുന്നു തനി മലയാളി ഐശുവിനെ. അപ്പോൾ ഐശുവിനെ തന്നെ കോൺടാക്ട് ചെയ്ത് ആ ഒരു പരിപാടി മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. അവിടേക്ക് വേണ്ടിയിട്ടുള്ള ബെഞ്ചും ഡെസ്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. അപ്പോൾ അതിന് അവിടെ കോഴിക്കോട് വീട്ടിലേക്ക് പോയി അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ക്ലാസ്സസൊക്കെ അടിപൊളിയായി നടന്നു. ഒരു നേരിട്ടുള്ള എക്സ്പീരിയൻസ്, കുട്ടികൾ പഠിക്കുന്നൊരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പുതിയ പ്രൊഡക്ട്സ് ചെയ്തു തന്നില്ല. അതിൽ ഫ്രോക്കും ബാഗും ഡോൾസും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു സെയിൽ നടന്നൊരു വർഷം കൂടി ആയിരുന്നു ലാസ്റ്റ് ഇയർ. മാഷാ അല്ലാ, എല്ലാം നല്ല പോലെ ചെയ്യാനും നല്ല പെർഫെക്ഷനിൽ ചെയ്യാനൊക്കെ സാധിച്ചു. പിന്നെ ലാസ്റ്റ് ഇയർ ഇൻസ്റ്റഗ്രാമിൽ 100K ഫോളോവേഴ്സ് ആയിരുന്നു. ഫാമിലിയുടെ വക ഒരു ചെറിയൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ അത്. അതിനുശേഷം ലാസ്റ്റ് കൊച്ചിയിൽ ഒരു എക്സ്പോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ 3 ബ്രാൻഡും ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. ഒരുപാട് പ്രൊഡക്ട്സ് ചെയ്യാനും സെയിൽസ് നടത്താനും ആൾക്കാരുടെ ഒരു ലൈവ് റെസ്പോൺസ് കാണാനും ആ ഒരു എക്സ്പോയിൽ കഴിഞ്ഞു. ഡിസംബറിൽ ഓഫ്ലൈൻ വർക്ക്ഷോപ്പോട് കൂടി ഈ ഇയർ അവസാനിച്ചു കേട്ടോ.